Good afternoon, all. Good afternoon, Miss. Good afternoon, ma'am. Namaste, ma'am. ന്യൂസ് എടുത്ത് നോക്കിയോ എല്ലാവരും? Yes, okay. ഓക്കെ ആണോ? Okay. ഓക്കെ, നമ്മളിനി എടുക്കാനുള്ളത് റോൾ ഓഫ് ഫങ്ഷൻസ് ഓഫ് ട്രേഡ് യൂണിയൻ ആണ് അല്ലെ. ട്രേഡ് യൂണിയന്റെ ധർമ്മങ്ങൾ അല്ലെ, പങ്ക് അല്ലെങ്കിൽ ധർമ്മങ്ങളാണ് നെക്സ്റ്റ് മിസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലെ. ഒബ്ജക്റ്റീവ്സ് വരെ മിസ് എടുത്തു അല്ലെ. അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. 8 പേരേ ഉള്ളൂല്ലോ, 6 പേരേ ഉള്ളൂ. നെക്സ്റ്റ് പറയുന്നത് റോൾ ഓഫ് ഫങ്ഷൻസ് ഓഫ് ട്രേഡ് യൂണിയൻ അല്ലെ. നമ്മുടെ ട്രേഡ് യൂണിയന്റെ ധർമ്മം അല്ലെങ്കിൽ പങ്ക് എന്താണ് അല്ലെ. ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ നമ്മുടെ ട്രേഡ് യൂണിയൻസിന്റെ ധർമ്മം അല്ലെങ്കിൽ പങ്ക് എന്താണ്? നമ്മുടെ ട്രേഡ് യൂണിയൻസ് മിലിറ്റന്റ് ഫങ്ഷൻസ് ആണ്. ഫസ്റ്റത്തെ ധർമ്മം എന്ന് പറയുന്നത് മിലിറ്റന്റ് ഫങ്ഷൻസ് ആണ് കേട്ടോ. മിലിറ്റന്റ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാല് സൈനിക പ്രവർത്തനം എന്നാണ്. എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ട്രേഡ് യൂണിയൻസ് നമ്മുടെ എംപ്ലോയീസിന്റെ നീഡ്സുകളും അവരുടെ ഇൻട്രസ്റ്റുകളൊക്കെ സാറ്റിസ്ഫൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മാനേജ്മെന്റുമായിട്ട് നെഗോസിയേഷൻ നടത്താറുണ്ട് അല്ലെ. നെഗോഷിയേഷൻ നടത്താറുണ്ട് അല്ലെ. നോർമൽ ചർച്ചകൾ നടത്താറുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു നോർമൽ ചർച്ചകള് പരാജയപ്പെടുന്ന സമയത്ത് അവർ എന്ത് ചെയ്യുന്നുണ്ട്? സ്ട്രൈക്കുകള്, ലോക്കൗട്ട്സുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മിലിറ്റന്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. എന്താണ്? നമ്മുടെ എംപ്ലോയീസിന്റെ ഇൻട്രസ്റ്റുകളും അവരുടെ നീഡ്സുകളും അവർക്ക് ആവശ്യമായിട്ടുള്ള ബെനിഫിറ്റ്സുകളൊക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ മാനേജ്മെന്റുമായിട്ട് നോർമൽ നെഗോഷിയേഷൻസ്, നോർമൽ ആയിട്ടുള്ള ചർച്ചകള് പരാജയപ്പെടുന്ന സന്ദർഭത്തില് നമ്മുടെ ട്രേഡ് യൂണിയൻസ് സ്വീകരിക്കുന്ന നടപടിക്രമങ്ങളെയാണ് മിലിറ്റന്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. നോക്കാം. അപ്പൊ അതിലൂടെ നമ്മുടെ ട്രേഡ് യൂണിയൻസ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? മിലിറ്റന്റ് ഫങ്ഷൻസ്. ഇറ്റ് റെഫേഴ്സ് ടു വേരിയസ് ആക്ടിവിറ്റീസ് that are undertaken by trade unions for their members better economic future and conducive working conditions in their employment അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ മിലിറ്റന്റ് ഫങ്ഷൻസ് നമ്മുടെ ട്രേഡ് യൂണിയൻസ് നടത്തുന്നത്? നമ്മുടെ ട്രേഡ് യൂണിയൻസിലെ അംഗങ്ങൾക്ക് അല്ലെ, എംപ്ലോയീസിന്, അവർക്ക് മെമ്പേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസിന് എന്താണ്? മെച്ചപ്പെട്ട സാമ്പത്തിക ഭാവിയും അല്ലെ, എക്കണോമിക് ഫ്യൂച്ചറും, പിന്നെ എന്താണ്? അവരുടെ വർക്കിംഗ് കണ്ടീഷൻസ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുമാണ് അല്ലെ ട്രേഡ് യൂണിയൻസ് ഇങ്ങനെയുള്ള മിലിറ്റന്റ് ഫങ്ഷൻസ് നടത്തുന്നത്. ആണോ? അപ്പൊ എന്താണ്? നമ്മുടെ ട്രേഡ് യൂണിയൻസില് അംഗങ്ങളായിട്ടുള്ള എംപ്ലോയീസിന് എന്താണ്? മെച്ചപ്പെട്ട സാമ്പത്തിക ഭാവിയും അവരുടെ തൊഴിലില് അനുകൂലമായിട്ടുള്ള അല്ലെ, അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു തൊഴിൽ സാഹചര്യവും ഉറപ്പാക്കുന്നതിന് വേണ്ടി നമ്മുടെ ട്രേഡ് യൂണിയൻസ് സ്വീകരിക്കുന്ന പലതരത്തിലുള്ള അല്ലെ വേരിയസ് ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മിലിറ്റന്റ് ഫങ്ഷൻ എന്ന് പറയുന്നത്.
ഓക്കെ ആണോ? അപ്പൊ ഇങ്ങനെയുള്ള നെക്സ്റ്റ് പറയുന്നത് സച്ച് ആക്ടിവിറ്റീസ് അല്ലെ, നമ്മുടെ ട്രേഡ് യൂണിയൻസ് ലോക്കൗട്ട്സുകൾ നടത്തുന്നത് അല്ലെങ്കിൽ പണിമുടക്കുകൾ സ്ട്രൈക്കുകളൊക്കെ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എംപ്ലോയീസിന് വേജസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അവർക്ക് അനുകൂലമായിട്ടുള്ള തൊഴിൽ സാഹചര്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട്, അവർക്ക് ആവശ്യമായുള്ള ബെനിഫിറ്റ്സുകളൊക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ അല്ലേ? അപ്പൊ നോക്കിയേ, സച്ച് ആക്ടിവിറ്റീസ് ഹാവ് ദി ഫോളോയിങ് മെയിൻ എയിംസ്. അപ്പൊ ഇങ്ങനെയുള്ള മിലിറ്റന്റ് ഫങ്ഷൻസിന്റെ മെയിൻ ആയിട്ടുള്ള അല്ലെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് നോക്കിയേ. ഫസ്റ്റ് പറയുന്നത് ടു എൻഷുർ ഇൻക്രീസ്ഡ് വേജസ് ആൻഡ് ബെറ്റർ വർക്ക് പ്ലേസ് കണ്ടീഷൻസ് അല്ലെ. എന്താണ്? അവർക്ക് വർദ്ധിച്ച വേതനം അല്ലെ, വർദ്ധിച്ച സാലറിയും മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യവും ഉറപ്പാക്കുന്നതിന് വേണ്ടി നമ്മുടെ ട്രേഡ് യൂണിയൻസിലുള്ള എംപ്ലോയീസിന്റെ വേതനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയും അവർക്ക് എന്താണ് മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉള്ള മിലിറ്റന്റ് ഫങ്ഷൻസ് ഇവർ ഓർഗനൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? രണ്ടാമത്തത് ടു ഇൻക്രീസ് ദ സ്റ്റാച്ചർ ഓഫ് എംപ്ലോയീസ് ഇൻ ദി ഇൻഡസ്ട്രി അല്ലെ. എന്താണ്? നമ്മുടെ വ്യവസായത്തില് നമ്മുടെ ഇൻഡസ്ട്രിയില ഉള്ള എംപ്ലോയീസിന്റെ എന്താണ് നിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. അവരെ ഫിസിക്കൽ ആയിക്കോട്ടെ മെന്റലി ആയിക്കോട്ടെ അവരെ ആ ഒരു നിലവാരം എക്കണോമിക് ആയിട്ടുള്ള ആ ഒരു നിലവാരം മെച്ചപ്പെടുത്തണ്ടേ? സേഫ്റ്റി സെക്യൂരിറ്റി അല്ലെ. അപ്പൊ എന്താണ്? നമ്മുടെ ഇൻഡസ്ട്രിയിലെ ജീവനക്കാരുടെ എംപ്ലോയീസിന്റെ നിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി. അതാണ് രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ എന്താണ്? ടു സേഫ് ഗാർഡ് വർക്കേഴ്സ് അഗൈൻസ്റ്റ് വിക്ടിമൈസേഷൻ ആൻഡ് ഇൻജസ്റ്റിസ്. എന്താണ്? നമ്മുടെ വർക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് വർക്ക് ഹസാഡസുമായി ബന്ധപ്പെട്ട് അല്ലെ, വർക്ക് പ്ലേസ് ഹസാഡസുമായി ബന്ധപ്പെട്ട് എന്താണ്? നമ്മുടെ തൊഴിലാളികൾ ഒരുപാട് പേര് അതിന് ഇരകളാവാറുണ്ട് അല്ലെ. സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ എന്താണ് സബോർഡിനേറ്റിന്റെ നമ്മുടെ മേലുദ്യോഗസ്ഥർ എന്താണ് നമുക്ക് പണിഷ്മെന്റുകൾ തരുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ കമ്പനിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുന്ന സമയത്തൊക്കെ എന്താണ് നമ്മുടെ എംപ്ലോയീസ് അതിന് ഇരകളാവാറുണ്ടോ? വിക്ടിം ആവാറുണ്ടോ? ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എന്താണ് നമ്മുടെ തൊഴിൽ മേഖലയില് നമ്മുടെ എംപ്ലോയീസ് എന്തെങ്കിലും അവർക്ക് അനുകൂലമല്ലാത്ത എന്തെങ്കിലും കാര്യത്തിന് അവർ ഇരകളാവുക അല്ലെങ്കിൽ അവർക്ക് എന്താണ് നീതി ലഭിക്കാതിരിക്കുക അല്ലെ. അവർക്ക് എന്താണ് എന്തെങ്കിലും അനീതിയിലൊക്കെ ഉൾപ്പെടുന്ന സമയത്ത് അവരെന്താണ് സേഫ് ഗാർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ അവരെ സംരക്ഷിക്കുക എന്നുള്ളതും ഈ ഒരു മിലിറ്ററി ഫങ്ഷൻസ് ലക്ഷ്യമാണ്. ഓക്കെ ആണോ? തൊഴിലാളികളെ എന്താണ് തൊഴിൽ സ്ഥലങ്ങളിൽ അല്ലെ അവർ ചിലപ്പോ എന്താണ് നമ്മുടെ എംപ്ലോയ്മെന്റ് ഹസാഡസുമായി ബന്ധപ്പെട്ട വർക്കിംഗ് ഹസാഡസുമായി ബന്ധപ്പെട്ട അവർ ഇരകളാവാം, അല്ലെങ്കിൽ നമ്മുടെ സുപ്പീരിയറിന്റെ കയ്യിൽ നിന്ന് അല്ലെ പണിഷ്മെന്റ് കിട്ടാം, ട്രാൻസ്ഫർ കിട്ടാം, നമ്മുടെ വേജസ് കട്ട് ചെയ്യാം അല്ലെ. പല രീതിയിലുള്ള പണിഷ്മെന്റുകൾ നമുക്ക് കിട്ടാറുണ്ട്. അങ്ങനെയുള്ള പണിഷ്മെന്റുകളൊക്കെ വരുന്ന സമയത്ത് അല്ലെ അപ്പൊ അങ്ങനെയുള്ള ഇരകളാകുന്ന സിറ്റുവേഷനിലും പിന്നെ എന്താണ് നമ്മുടെ ജീവനക്കാർക്ക് എന്താണ് അനീതി നടപ്പാക്കുന്ന സമയങ്ങളിൽ അല്ലെ മാനേജ്മെന്റ് തൊഴിലാളികളോട് അനീതി ചെയ്യുന്ന സമയത്തും അവരെ സേഫ് ഗാർഡ് സംരക്ഷിക്കുക എന്നുള്ളതും ഈ ഒരു ട്രേഡ് യൂണിയന്റെ ലക്ഷ്യമാണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഫ്രട്ടേണൽ ഫംഗ്ഷൻ അല്ലെ. ഫ്രട്ടേണൽ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാഹോദര്യ പ്രവർത്തനമാണ് അല്ലെ ട്രേഡ് യൂണിയൻസ് എംപ്ലോയീസുമായി നടത്തുന്നത് അല്ലെ. കോപ്പറേഷൻ ആണ് അല്ലെ, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് അല്ലെ അവർക്കിടയിൽ ആണോ? നമ്മുടെ എംപ്ലോയീസിന് അവരെ എന്ത് കാര്യങ്ങളും എന്താണ് അവരെ തോട്ട്സുകള് അവരെ ബിലീഫ്സുകള് അവരെ ഐഡിയാസ് അവരെ എന്താണ് ഗ്രീവൻസ് എല്ലാം നമുക്ക് തുറന്നു പറയാൻ സാധിക്കുന്നുണ്ടോ ട്രേഡ് യൂണിയൻസിനോട്? ഉണ്ട് അല്ലെ. അപ്പൊ അവർക്കിടയിൽ എന്താണ് ഒരു ഫ്രട്ടേണൽ കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ, ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ അല്ലേ അവരുടെ ഇടയിലുള്ളത്, ഒരു ഫ്രണ്ട്ലി റിലേഷൻ ആണ് അല്ലെ. അപ്പൊ എന്താണ് ഫ്രട്ടേണൽ ഫംഗ്ഷൻ അല്ലെ സാഹോദര്യ പ്രവർത്തനം. There are another type of
activities which are taken by this union in order to help its members in enhancing their efficiency and at the time when they are needed. അല്ലെ എന്താണ് അംഗങ്ങളുടെ കാര്യക്ഷമത അല്ലെ അവരുടെ ആ ഒരു എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നതിനും അവർക്ക് ആവശ്യമായിട്ടുള്ള സമയത്ത് അവരെ സഹായിക്കുക എന്നുള്ളതും നമ്മുടെ എന്താണ് ട്രേഡ് യൂണിയൻസിന്റെ മറ്റൊരു പ്രവർത്തനമാണ് അല്ലെ ആണോ നമ്മുടെ എംപ്ലോയീസിന്റെ കാര്യക്ഷമത അല്ലെ അവരുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക കൂടാതെ അവർക്ക് ആവശ്യം നമുക്ക് എപ്പോഴൊക്കെ ട്രേഡ് യൂണിയൻസിനെ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴൊക്കെ എന്താണ് ഒരു സഹായം ആവശ്യമായി വരുന്നു അപ്പോഴൊക്കെ അവരെ സഹായിക്കുക തൊഴിലാളികളെ സഹായിക്കുക എന്നുള്ളതും ട്രേഡ് യൂണിയൻസിന്റെ മറ്റൊരു ആക്ടിവിറ്റി മറ്റൊരു പ്രവർത്തനമാണ്. These unions make effort to promote cooperation and enhance cordial relations among industry. അല്ലെ നമ്മൾ ഈ ഒരു ട്രേഡ് യൂണിയൻസ് എന്തിനു വേണ്ടി എഫേർട്ട് എടുക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ തമ്മിൽ അല്ലെ മാനേജ്മെന്റും എംപ്ലോയീസും ഒക്കെ തമ്മിൽ ഒരു കോപ്പറേഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കോപ്പറേഷൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയും അവർക്കിടയിൽ ഒരു സൗഹൃദമായിട്ടുള്ള ഒരു ബന്ധം അല്ലെ ഒരു റിലേഷൻ സ്ഥാപിക്കുന്നതിനും നമ്മുടെ ട്രേഡ് യൂണിയൻസ് ശ്രമിക്കുന്നുണ്ടോ ഇല്ല അല്ലെ അപ്പൊ എന്താണ് ദീസ് യൂണിയൻ മേക്സ് എഫേർട്ട് നമ്മുടെ ട്രേഡ് യൂണിയൻ പരിശ്രമിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ട് നമ്മുടെ ഇൻഡസ്ട്രീസ് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ തമ്മിൽ അല്ലെ എംപ്ലോയീസും മാനേജ്മെന്റും ഒക്കെ തമ്മിൽ ഒരു സൗഹൃദപരമായിട്ടുള്ള അല്ലെ ഒരു കോർഡിയൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നതിനും സ്ഥാപിക്കുന്നതിനും അവർക്കിടയിലുള്ള ആ ഒരു കോപ്പറേഷൻ സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഇവര് ശ്രമിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് they also impart education and culture to their members അല്ലെ കൂടാതെ നമ്മുടെ ട്രേഡ് യൂണിയൻസ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ അംഗങ്ങൾക്ക് അതായത് എംപ്ലോയീസിന് വിദ്യാഭ്യാസവും സംസ്കാരവും നൽകുന്നു അല്ലെ അവർക്ക് വേണ്ട എഡ്യൂക്കേഷൻ ഒക്കെ പറഞ്ഞു ഓരോ പോളിസികളെ കുറിച്ചൊക്കെ നമ്മുടെ ട്രേഡ് യൂണിയൻസ് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ ഉണ്ട് അല്ലെ അപ്പൊ എന്താണ് നമ്മുടെ എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷൻസും സംസ്കാരവും നൽകുന്നു. നെക്സ്റ്റ് പറയുന്നത് സച്ച് ഫങ്ഷൻസ് ഇൻവോൾവ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് അല്ലെ നമ്മുടെ ഫ്രട്ടേണൽ ഫങ്ഷൻസിൽ ഉൾക്കൊള്ളുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് അതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഫസ്റ്റ് പറയുന്നത് അണ്ടർടേക്കിംഗ് മോട്ടിവേഷണൽ വെൽഫെയർ മെഷേഴ്സ് അല്ലെ എന്താണ് പ്രചോദനാത്മകമായ ക്ഷേമ നടപടികൾ ഏറ്റെടുക്കൽ അല്ലെ എന്താണ് നമ്മുടെ എംപ്ലോയീസിന് കൊടുക്കുന്ന ഒരുപാട് വെൽഫെയർസ് ഉണ്ട് അല്ലെ ക്ഷേമ നടപടികൾ ഉണ്ടല്ലോ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള അപ്പൊ അങ്ങനെയുള്ള മോട്ടിവേഷണൽ ആയിട്ടുള്ള ക്ഷേമ നടപടികൾ ഏറ്റെടുക്കുക. നെക്സ്റ്റ് പറയുന്നത് ബൂസ്റ്റിംഗ് സെൽഫ് കോൺഫിഡൻസ് ഓഫ് വർക്കേഴ്സ് അല്ലെ എന്താണ് നമ്മുടെ വർക്കേഴ്സിന്റെ എംപ്ലോയീസിന്റെ സെൽഫ് കോൺഫിഡൻസ് അല്ലെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ടോ നമ്മ ഫസ്റ്റ് തന്നെ പറഞ്ഞു എന്താണ് നമ്മൾ ട്രേഡ് യൂണിയൻസിൽ അംഗങ്ങളാകുമ്പോൾ അവർക്ക് റെസ്പെക്ട് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ പിന്നെ അവർക്ക് എന്താണ് അവർക്ക് തന്നെ പ്രൊട്ടക്ഷൻ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ ഫീല് അല്ലെ പ്രൊട്ടക്ഷൻ കിട്ടി എന്നുള്ള ഒരു ഫീല് തോന്നുന്നുണ്ട് അല്ലെ ആണോ സേഫായി അല്ലെ അപ്പൊ എന്താണ് അവരുടെ സെൽഫ് കോൺഫിഡൻസ് അല്ലെ എന്താണ് വർദ്ധിപ്പിക്കുന്നു ഓക്കെ ആണോ. നെക്സ്റ്റ് പറയുന്നത് അപ്രീസിയേറ്റിംഗ് ഡിസിപ്ലിൻ ആൻഡ് സിൻസിയറിറ്റി ഓഫ് എംപ്ലോയീസ് അല്ലെ എന്താണ് നമ്മുടെ വർക്കില് എംപ്ലോയീസിന്റെ ഉള്ള ആ ഒരു വർക്കിലുള്ള അച്ചടക്കത്തെയും ആത്മവിശ്വാസത്തെയും നമ്മുടെ ട്രേഡ് യൂണിയൻസ് എന്ത് ചെയ്യുന്നുണ്ട് അഭിനന്ദിക്കുന്നുണ്ട് അല്ലെ നമുക്ക് എന്താണ് ഒരു വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് ഡിസിപ്ലിനും സിൻസിയറിറ്റി വേണോ അച്ചടക്കവും ആത്മാർത്ഥതയൊക്കെ വേണല്ലേ പങ്ക്ച്വൽ ആയിരിക്കണം അല്ലേ നമ്മ അപ്പൊ എന്താണ് ആ ഒരു ഡിസിപ്ലിനെയും ആ ഒരു എന്താണ് ആത്മാർത്ഥതയെയും നമ്മുടെ ട്രേഡ് യൂണിയൻസ് അഭിനന്ദിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത്
ഗ്രോത്ത്, ക്രിയേറ്റിംഗ് ഗ്രോത്ത് ആൻഡ് പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസ് അല്ലെ. എന്താണ് അവർ ആ ഒരു വർക്കിൽ അവർക്ക് എന്താണ് വളർച്ചയും അവർക്കുള്ള പ്രൊമോഷൻസും എന്ത് ചെയ്യുന്നുണ്ട്, അതിനുള്ള അവസരങ്ങള് നമ്മൾ ട്രേഡ് യൂണിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, സൃഷ്ടിക്കുന്നുണ്ട്. എന്താണ് നമ്മുടെ എംപ്ലോയീസിന് അവരുടെ വർക്കിൽ എന്ത് കിട്ടണം, വളർച്ച കിട്ടണോ, പ്രൊമോഷൻസ് ഒക്കെ കിട്ടണം അല്ലെ. ഇപ്പൊ നമ്മൊരു സ്ഥലത്ത് ജോലിക്ക് ചേർന്ന് ജോലിയുണ്ട്, ഓഫീസ് സ്റ്റാഫായിട്ട് നമുക്ക് കയറി ഒരു 15 വർഷം ഒരു 20 വർഷം വർക്ക് ചെയ്താലും നമുക്ക് ആ ഒരു പൊസിഷൻ തന്നെ ആയിരിക്കണോ കിട്ടേണ്ടത്. എക്സ്പീരിയൻസിന്റെ ബേസിൽ നമുക്ക് എന്താണ് പ്രൊമോഷൻ കിട്ടണം, നമുക്ക് ആ ഒരു ഗ്രോത്തിൽ വർക്കിൽ ഗ്രോത്ത് കിട്ടണം അല്ലെ, സാലറി ഇൻക്രിമെന്റ് കിട്ടണം അല്ലെ. അപ്പൊ എന്താണ്, അപ്പൊ അതിനൊക്കെ എന്താണ്, അതിനൊക്കെയുള്ള അവസരങ്ങള് നമ്മുടെ ട്രേഡ് യൂണിയൻസ് സൃഷ്ടിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് പ്രൊട്ടക്ടിങ് ഫീമെയിൽ എംപ്ലോയീസ് ഫ്രം ഡിസ്ക്രിമിനേഷൻ അല്ലെ. നമ്മളൊക്കെ പറയുന്ന കാര്യങ്ങളാണ്, ആണോ? ഡിസ്ക്രിമിനേഷൻ അല്ലെ, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ഇപ്പൊ എന്താണ്, എല്ലാവരും എന്തിന് തുല്യത അല്ലെ, എന്താണ് വേർതിരിവ് പാടില്ല അല്ലെ, ഡിസ്ക്രിമിനേഷൻ പാടില്ല അല്ലെ, വിവേചനം പാടില്ല. അപ്പൊ നമ്മൾ എന്തിനാണ് ജെൻഡർ ന്യൂട്രാലിറ്റിക്കാണ് അല്ലെ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. എല്ലാവരും അല്ലെ, നമ്മുടെ യൂത്ത് അതിനനുസരിച്ചല്ലേ പ്രവർത്തിക്കുന്നത്, ആണോ? ആണ് അല്ലെ. അപ്പൊ എന്താണ്, നമ്മുടെ വർക്ക് പ്ലേസില് ഇങ്ങനെയുള്ള ഫീമെയിൽ ഡിസ്ക്രിമിനേഷൻസ് അല്ലെ, എന്താണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻസ് വരാറുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ട്രേഡ് യൂണിയൻസ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അവരുടെ വേജസിൽ അല്ലെ. ചിലപ്പോ എന്താണ്, മിക്ക സ്ഥലങ്ങളിൽ അങ്ങനെയാണ് കാണുന്നത്, നമുക്ക് മെയിൽ സ്റ്റാഫിന്റെ അത്രയും ഫീമെയിൽ സ്റ്റാഫിന് വേജസ് കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നില്ല. ചില കമ്പനിയിൽ OT-ഒക്കെ ആർക്ക് മാത്രമേ ഉള്ളൂ, മെയിൽ സ്റ്റാഫിന് മാത്രമാണ് അല്ലെ OT-ഒക്കെ കൊടുക്കുന്നത്, ഓവർ ടൈം ഒക്കെ കൊടുക്കുന്നത്. ചിലപ്പോ പ്രൊമോഷന്റെ സമയത്ത് ആർക്കായിരിക്കും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്, മെയിൽ സ്റ്റാഫുകൾക്കായിരിക്കും അല്ലെ, ആണോ? അപ്പൊ അങ്ങനെയുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ ഫീമെയിൽ എംപ്ലോയീസിന് അനുഭവപ്പെടുന്ന, അവർക്ക് നൽകുന്ന ആ ഒരു വിവേചനത്തിൽ നിന്നും ഫീമെയിൽ സ്റ്റാഫിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് പൊളിറ്റിക്കൽ ഫങ്ഷൻസ്. എന്താണ് രാഷ്ട്രീയ ധർമ്മങ്ങള്, നമ്മുടെ ട്രേഡ് യൂണിയൻസിന്റെ രാഷ്ട്രീയ ധർമ്മങ്ങള്. These functions related to the association of the trade unions with a political party. എന്താണ്, നമ്മുടെ ട്രേഡ് യൂണിയൻസ് പൊളിറ്റിക്കൽ പാർട്ടികളിലെ അംഗങ്ങളാണ് അല്ലെ, അസോസിയേഷനുകളാണ്. നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞു അല്ലെ, ആണോ? അതിൽ പാർട്ടിസിപ്പൻസ് ആണ് അല്ലെ, പാർട്ടിസിപ്പൻസ് ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ എന്താണ്, നമ്മുടെ ട്രേഡ് യൂണിയൻ ഫംഗ്ഷൻ ബന്ധപ്പെട്ടിരിക്കുന്ന എന്തുമായിട്ട്, നമ്മുടെ ട്രേഡ് യൂണിയൻസ് പൊളിറ്റിക്കൽ പാർട്ടീസില് എന്താണ് അംഗങ്ങളായിരിക്കും അല്ലെ, അസോസിയേഷനുകളായിരിക്കും. കൂടാതെ and helping the political party by bringing more members to it അല്ലെ. എന്താണ്, അവര് നമ്മുടെ ട്രേഡ് യൂണിയൻസ് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് കൂടുതൽ അംഗങ്ങളെ കൊണ്ടുവരാൻ സഹായിക്കുകയും ചെയ്യുന്നു അല്ലെ. ഇപ്പൊ ട്രേഡ് യൂണിയൻസിൽ അംഗങ്ങളായിട്ടുള്ള ആളുകളെ അവർക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടീസിൽ അംഗങ്ങളാക്കാലോ. കമ്മ്യൂണിസ്റ്റിലോ കോൺഗ്രസിലോ നമ്മൾ ട്രേഡ് യൂണിയൻസ് ഏത് പൊളിറ്റിക്കൽ പാർട്ടീസിലാണോ അംഗങ്ങളായിട്ടുള്ളത് അവരിലേക്ക് ചേർത്താലോ നമ്മുടെ ട്രേഡ് യൂണിയൻസിൽ വരുന്ന ആളുകളെ, എംപ്ലോയീസിനെ. അവർക്ക് അപ്പൊ എന്താണ്, ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടീസിന് അംഗബലം കൂടാണ് അല്ലെ, ശക്തി കൂടാണ്, ആണോ? അപ്പൊ എന്താണ്, നമ്മുടെ ട്രേഡ് യൂണിയൻസ് പൊളിറ്റിക്കൽ പാർട്ടീസിൽ അംഗങ്ങളായിട്ട് മെമ്പേഴ്സ് ആയിരിക്കുകയും കൂടാതെ പൊളിറ്റിക്കൽ പാർട്ടീസിലേക്ക് കൂടുതൽ ആളുകളെ ചേർക്കുന്നതിന് വേണ്ടി അവരെ സഹായിക്കുകയും ചെയ്യുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് ഡൊണേഷൻ കളക്ഷൻ ആൻഡ് ടേക്കിംഗ് ദ ഹെൽപ്പ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഡ്യൂറിംഗ് സ്ട്രൈക്സ് and lockouts and are also the political parties functions of trade unions അല്ലെ. നമ്മുടെ ഡൊണേഷൻ സ്വീകരിക്കുന്ന സമയത്തും അല്ലെ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്താണ് ഡൊണേഷൻസ് ഒക്കെ സ്വീകരിക്കുന്നുണ്ട് അല്ലെ, ആണോ? അപ്പൊ അങ്ങനെയുള്ള ഡൊണേഷൻ സ്വീകരിക്കലും കൂടാതെ എന്താണ് സ്ട്രൈക്സ്, ലോക്കൗട്ട്സുകളൊക്കെ ആരുടെ പ്രവർത്തനങ്ങളാണ്?
പൊളിറ്റിക്കൽ പാർട്ടീസ് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് അല്ലേ? ഡൊണേഷൻ സ്വീകരിക്കുക, സ്ട്രൈക്കുകൾ നടത്താൻ, ലോക്കൗട്ട്സുകൾ നടത്താൻ അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ പൊളിറ്റിക്കൽ ഫങ്ഷൻസ് ആര് ചെയ്യുന്നുണ്ട്? ട്രേഡ് യൂണിയൻസ് ചെയ്യുന്നുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ എന്താണ്? ട്രേഡ് യൂണിയന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളാണ് അല്ലെ? എന്താണ് ട്രേഡ് യൂണിയന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ? എന്തൊക്കെയാണ്? ഡൊണേഷൻ, കളക്ഷൻസ്, സ്ട്രൈക്സ്, ലോക്കൗട്ട്സുകൾ അല്ലെ? നെക്സ്റ്റ് ഗിറോസ് ഒക്കെ പെടില്ലേ? ഗിറോസ് മറന്നോയോ? തടഞ്ഞു വെക്കൽ അല്ലെ? അതൊക്കെ ഇതിൽ പെടുന്നതല്ലേ? മറന്നുപോയോ? ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് the political functions involves അല്ലെ? the political functions പെടുന്നത് എന്തൊക്കെയാണ്? ഫസ്റ്റ് വരുന്നത് ഇൻഫ്ലുവൻസിങ് ഗവൺമെന്റ് പോളിസി ഡിസിഷൻസ് ടുവേർഡ്സ് ദ ഇൻട്രസ്റ്റ് ആൻഡ് വെൽഫെയർ വർക്കേഴ്സ് അല്ലെ? എന്താണ്? നമ്മുടെ വർക്കേഴ്സ്, തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് അവരുടെ ക്ഷേമ വെൽഫെയറുമായി ബന്ധപ്പെട്ടും അവരുടെ ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ടും എടുക്കുന്ന പോളിസികൾ അല്ലെ? നയങ്ങൾ രൂപീകരിക്കുന്നതില് ആർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന? ഗവൺമെന്റിന്റെ അങ്ങനെയുള്ള നയങ്ങൾ രൂപീകരണത്തില് നമ്മുടെ ട്രേഡ് യൂണിയൻസിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ എന്താണ്? നമ്മുടെ തൊഴിലാളികളുടെ ക്ഷേമത്തിനും അവരുടെ താല്പര്യത്തിനും വേണ്ടിയുള്ള സർക്കാർ നയ തീരുമാനങ്ങളില് നമ്മുടെ ട്രേഡ് യൂണിയൻസിന് സ്വാധീനിക്കാനായി സാധിക്കുന്നു അല്ലെ? അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനായി സാധിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് കോൺട്രിബ്യൂഷൻ ഇൻ ദ ഫോർമുലേഷൻ ഓഫ് ദി പോളിസീസ് as well as their implementation is the duty of trade unions അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള നയങ്ങൾ രൂപീകരിച്ചാൽ മാത്രം മതിയോ? ഒരുപാട് പോളിസികള് ഫോർമുലേറ്റ് ചെയ്താൽ മാത്രം മതിയോ? പോരാ അല്ലെ? അങ്ങനെയാണ്. അപ്പൊ എന്താണ്? അങ്ങനെയുള്ള നയരൂപീകരണത്തിലും അവ നടപ്പിലാക്കുന്നതിലും എന്താണ്? നമ്മുടെ ട്രേഡ് യൂണിയൻസിന് ഒരു പങ്കുണ്ട് അല്ലെ? ഒരു കോൺട്രിബ്യൂഷൻ ഇല്ലേ? ഫോർമുലേറ്റിംഗ് ഓഫ് ദി പോളിസീസ് അല്ലെ? നമ്മുടെ എംപ്ലോയീസിന് അനുകൂലമായിട്ട് എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള നയങ്ങൾ രൂപീകരിക്കുന്നതിനും അത് നടപ്പിലാക്കുന്നതിനും നമ്മുടെ ട്രേഡ് യൂണിയൻസിന് ഒരു പങ്കുണ്ട് അല്ലെ? കടമയാണ്. നെക്സ്റ്റ് പറയുന്നത് ഇൻ മെനി കൺട്രീസ്, ഒരുപാട് രാജ്യങ്ങളില് യൂണിയൻസ് ആർ ഗ്രേറ്റ്ലി ഇൻട്രസ്റ്റഡ് ഇൻ ദി പൊളിറ്റിക്കൽ പ്രോസസ് ഓഫ് ദി ഗവൺമെന്റ് അല്ലെ? എന്താണ്? നമ്മുടെ ട്രേഡ് യൂണിയൻസിന് ഗവൺമെന്റിന്റെ ഒരുപാട് രാഷ്ട്രീയ പ്രക്രിയകളില് വളരെ താല്പര്യമുണ്ട് അല്ലെ? ഇൻട്രസ്റ്റിംഗ് ആണ്. ആൻഡ് ട്രൈ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഇറ്റ് ആക്റ്റീവ്ലി അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള പൊളിറ്റിക്കൽ രാഷ്ട്രീയ പ്രക്രിയകള്, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളില് നമ്മുടെ ട്രേഡ് യൂണിയൻസ് സജീവമായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, പങ്കെടുക്കുന്നു. ഒക്കെയാണോ? എന്താണ്? ഒരുപാട് രാജ്യങ്ങളില് നമ്മുടെ ട്രേഡ് യൂണിയൻസ് എന്താണ്? ഗവൺമെന്റിന്റെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളിൽ ഒരുപാട് താല്പര്യമുണ്ട് അല്ലെ? ഗ്രേറ്റ്ലി ഇൻട്രസ്റ്റഡ് ആണ്. കൂടാതെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? ട്രേഡ് യൂണിയൻസ് ഇത്തരം പൊളിറ്റിക്കൽ പ്രോസസ്സുകളിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് the status of economic and social development decides what would be the type and the extent of the participation of the union in the political process of the government. ഒരു രാജ്യത്തിന്റെ, ഒരു രാഷ്ട്രത്തിന്റെ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് അല്ലെ? അവരുടെ സാമ്പത്തികപരമായിട്ടുള്ളതും അവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഡെവലപ്മെന്റുകളിലെ വികസനത്തിനെ തീരുമാനിക്കുന്നത് എന്താണെന്ന് നമ്മുടെ ഗവൺമെന്റിന്റെ പൊളിറ്റിക്കൽ പ്രോസസ്സുകളിലെ രാഷ്ട്രീയ പ്രക്രിയകളിലെ ഈ യൂണിയന്റെ പാർട്ടിസിപ്പേഷൻ അനുസരിച്ചാണ് ആ ഒരു രാഷ്ട്രത്തിന്റെ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് തീരുമാനിക്കുന്നത്, ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ, നമ്മുടെ ഗവൺമെന്റിന്റെ പൊളിറ്റിക്കൽ പ്രോസസ്സുകളില് നമ്മുടെ യൂണിയൻസ് ഇടപെടുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ? ട്രേഡ് യൂണിയൻസ് ഇടപെടുന്നുണ്ടെന്ന് പറഞ്ഞു. ആണോ? ഫസ്റ്റ് സെന്റൻസിൽ മിസ് പറഞ്ഞത്. അപ്പൊ എന്താ? അപ്പൊ ഇങ്ങനെയുള്ള ആ ഒരു പാർട്ടിസിപ്പേഷൻ നമ്മുടെ ട്രേഡ് യൂണിയൻസ് എത്രത്തോളം അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, അതിന്റെ ടൈപ്പ് എന്താണ്
എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു നേഷന്റെ അല്ലെങ്കിൽ ആ ഒരു കൺട്രിയുടെ സാമ്പത്തികമായിട്ടുള്ളതും രാഷ്ട്രീയപരമായിട്ടുള്ള ഡെവലപ്മെന്റ് തീരുമാനിക്കുന്നത്. ഓക്കെയാണോ? ഓക്കെയാണോ എല്ലാവർക്കും? നെക്സ്റ്റ് പറയുന്നത് ആൻസിലറി ഫങ്ഷൻസ്. എന്താണ്? നമ്മുടെ ട്രേഡ് യൂണിയൻസ് ഇപ്പൊ നമ്മൾ പറഞ്ഞ പൊളിറ്റിക്കൽ ഫങ്ഷൻസ് ഉണ്ട്, മിലിറ്റന്റ് ഫങ്ഷൻസ് ഉണ്ട്, ഫ്രിട്ടേൺ ഫങ്ഷൻസ് ഉണ്ട് അല്ലെ. നെക്സ്റ്റ് പറയുന്നത് ആൻസിലറി ഫങ്ഷൻസ് അല്ലെ, അനുബന്ധ പ്രവർത്തനങ്ങൾ, സപ്പോർട്ടിംഗ് ഫങ്ഷൻസ് അല്ലെ. എന്താണ്? nowadays unions have acquired representatives function other than their usual functions. എന്താണ്? ഇന്ന് യൂണിയൻ നമ്മുടെ ട്രേഡ് യൂണിയൻസ് nowadays അല്ലെ, ഇന്ന് നമ്മുടെ ട്രേഡ് യൂണിയൻസ് എന്താണ്? അവരുടെ സാധാരണ യൂഷ്വൽ ഫങ്ഷൻസ് അല്ലാതെ എന്താണ്? അവര് അനുബന്ധ പ്രവർത്തനങ്ങളും കൂടി നടത്തുന്നുണ്ട്. റെപ്രസെന്റേറ്റീവ് ഫങ്ഷൻസ്, അവർക്ക് അനുയോജ്യമായിട്ടുള്ള അനുബന്ധ പ്രവർത്തനം, നമ്മുടെ തൊഴിലാളികളുടെ ബെനിഫിറ്റ്സുകളും അവരുടെ ഇൻട്രസ്റ്റുകളും അവരുടെ നീഡ്സുകളും സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടി മറ്റു പ്രവർത്തനങ്ങൾ കൂടി നടത്തുന്നുണ്ട്. Some of the trade unions are trying to enhance the area of their service in order to create value in the eye of their members. എന്താണ്? നമ്മുടെ ചില ട്രേഡ് യൂണിയനുകൾ അവരുടെ അംഗങ്ങളുടെ കണ്ണില്, അവരിലുള്ള ആ ഒരു മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്ന എംപ്ലോയീസിന്റെ കണ്ണില് മൂല്യം സൃഷ്ടിക്കുന്നതിന് എന്താണ്? നമുക്കൊരു ട്രേഡ് യൂണിയനിൽ നമ്മൾ അംഗങ്ങളായിട്ടുണ്ട്, ഏതെങ്കിലും അസോസിയേഷനിൽ നമ്മൾ അംഗങ്ങളായിട്ടുണ്ട്, നമുക്ക് അവരോട് ബഹുമാനം, നമുക്ക് അവരോടൊരു ഇത് തോന്നുന്നത് എപ്പോഴാണ്? ഒരു വാല്യൂ തോന്നുന്നത് എപ്പോഴാണ്? ആ ട്രേഡ് യൂണിയൻസിനോട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവര് ചെയ്തു തരുമ്പോഴല്ലേ. നമ്മൾ എന്തെങ്കിലും അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തെങ്കിലും പരാതികൾ പരിഹരിക്കാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലെ, നമ്മൾ പരാതികൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചിട്ട് തരുമ്പോഴല്ലേ നമുക്ക് അവരോട് ഒരു വാല്യൂ തോന്നുന്നത് അല്ലേ. അപ്പൊ അതേപോലെ എന്താണ്? നമ്മുടെ ട്രേഡ് യൂണിയൻസിൽ അംഗങ്ങളായിട്ടുള്ള ആ ഒരു എംപ്ലോയീസിന് ട്രേഡ് യൂണിയൻസിന് ഒരു വാല്യൂ അല്ലെ, ഒരു മൂല്യം തോന്നിപ്പിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? നമ്മുടെ ട്രേഡ് യൂണിയൻസ് അവരുടെ സേവന മേഖല അല്ലെ, അവർ ആ ഒരു സർവീസസ് എന്താണ്? അവര് മെച്ചപ്പെടുത്തുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് various services that are provided by them included legal and financial advice as well as how to improve one's skill. എന്താണ് ഈ വേരിയസ് സർവീസസ് എന്ന് പറയുന്നത്? എന്തൊക്കെയാണ്? നമുക്ക് ഒരാളുടെ സ്കില്ലുകൾ അല്ലെ, കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ അഡ്വൈസുകൾ അല്ലെ, നിയമപരമായിട്ടുള്ളതും സാമ്പത്തികമായിട്ടുള്ള ഉപദേശങ്ങൾ ആര് കൊടുക്കുന്നുണ്ടെന്ന്? നമ്മുടെ ട്രേഡ് യൂണിയൻസ് നൽകുന്നുണ്ട്. എംപ്ലോയീസിന്റെ കഴിവുകൾ അല്ലെ, സ്കില്ലുകൾ വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള, ഇംപ്രൂവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നിയമ സാമ്പത്തിക ഉപദേശങ്ങൾ നമ്മുടെ ട്രേഡ് യൂണിയൻസ് നൽകുന്നു. ഓക്കെയാണോ? അപ്പൊ ഇങ്ങനെയുള്ള നിയമപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള അഡ്വൈസുകളില് എന്താണ്? അഡ്വൈസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദീസ് ന്യൂ ഫങ്ഷൻസ്, ഇങ്ങനെയുള്ള പുതിയ പ്രവർത്തനങ്ങളെ നമ്മൾ എന്ത് പറയുന്നു? ആർ നോൺ ആസ് ആൻസിലറി ഫങ്ഷൻസ്. ട്രേഡ് യൂണിയൻസിന്റെ ഇങ്ങനെയുള്ള പുതിയ പ്രവർത്തനങ്ങളെ എന്ത് പറയുന്നു? നമ്മൾ ആൻസിലറി ഫങ്ഷൻസ് എന്ന് പറയുന്നു. ദീസ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് അണ്ടർ ദി ഫോളോയിങ് ഹെഡ്സ് അല്ലെ. നമ്മൾ ഈ ഒരു കാറ്റഗറൈസ്, ഈ ഒരു പ്രവർത്തനങ്ങളെ നമ്മൾ എന്താണ് താഴെ തന്നിരിക്കുന്ന ഇതായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട് അല്ലെ, തരം തിരിക്കുന്നുണ്ട്. ഫസ്റ്റ് പറയുന്നത് വെൽഫെയർ ആക്ടിവിറ്റീസ് അല്ലെ. നമുക്കറിയാം നമ്മുടെ എന്താണ് കമ്പനിയിൽ നിന്ന് നമുക്ക് പലതരത്തിലുള്ള വേരിയസ് വെൽഫെയർ ബെനിഫിറ്റ്സുകൾ ലഭിക്കുന്നുണ്ട് അല്ലെ, കിട്ടുന്നുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള ക്ഷേമ ഇത് കിട്ടുന്നതിന് വേണ്ടി അവര് നടത്തുന്ന ആക്ടിവിറ്റീസ് അല്ലെ. അപ്പൊ നോക്കിയേ,
These are various type of welfare measures which are taken by many unions. അല്ലെ? എന്താണ് വിവിധ യൂണിയൻസ്, പലതരത്തിലുള്ള ട്രേഡ് യൂണിയൻസ് നടത്തുന്ന പലതരത്തിലുള്ള വെൽഫെയർ മെഷേഴ്സുകളാണ് വെൽഫെയർ ആക്ടിവിറ്റീസ്. എന്താണ് വിവിധ തരത്തിലുള്ള മെനി ട്രേഡ് യൂണിയൻസ് അല്ലെ, പലതരത്തിലുള്ള യൂണിയൻസ് നടത്തുന്ന വേരിയസ് ടൈപ്സ് പലതരത്തിലുള്ള ക്ഷേമ നടപടികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെൽഫെയർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അതിൽ പറയുന്നത് ദീസ് ഇൻക്ലൂഡ് പ്രൊവൈഡിംഗ് അല്ലെ ഹൗസസ്, മ്യൂച്വൽ ഫണ്ട്സ്, കോപ്പറേറ്റീവ് സ്റ്റോഴ്സ്, കൾച്ചറൽ പ്രോഗ്രാംസ്, സെറ്റിംഗ് അപ്പ് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റീസ്, ബാങ്കിങ് ആൻഡ് അതർ മെഡിക്കൽ ഫെസിലിറ്റീസ് അല്ലെ. നമ്മുടെ കമ്പനിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പലതരത്തിലുള്ള ബെനിഫിറ്റ്സുകൾ അല്ലെ, അതിനുവേണ്ടി അവർ ചെയ്യുന്നത് നമുക്ക് ആ ഒരു എംപ്ലോയീസിനെ ലഭ്യമാക്കാനായിട്ട് അവർ ചെയ്യുന്ന പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെയാണോ? അതൊക്കെയാണ് വെൽഫെയർ ആക്ടിവിറ്റീസ്. നമുക്ക് കോപ്പറേറ്റീവ് സ്റ്റോഴ്സിന്റെ സേവനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, മ്യൂച്വൽ ഫണ്ട്സുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, ഹൗസസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി, ബാങ്കിങ് സർവീസ്, മെഡിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ട്രേഡ് യൂണിയൻസ് എടുക്കുന്ന പലതരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് വെൽഫെയർ ആക്ടിവിറ്റീസ്. ഓക്കെയാണോ? കൂടാതെ these activities also include training of women in various crafts and skills which can help them in contributing their family income. അല്ലെ, എന്താണ് ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് എന്താണ് നമ്മുടെ ട്രേഡ് യൂണിയൻസ് വുമൻസിന് പലതരത്തിലുള്ള ക്രാഫ്റ്റുകൾ കൊടുക്കുന്നുണ്ട് അല്ലെ. എന്താണ് തുണി ക്ലോത്ത്സുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട്, എന്താണ് പിന്നെന്താ സഞ്ചികൾ നിർമ്മാണം, അങ്ങനെ പലതരത്തിലുള്ള ക്രാഫ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. നമ്മൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കണ്ടിട്ടില്ലേ, സബ്സിഡി നിരക്കില് വുമൻസിന് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങാൻ പൈസ കൊടുക്കുന്നത് കേട്ടിട്ടുണ്ടോ? സേവ എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട്, SEWA സേവ എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് കേട്ടിട്ടുണ്ടോ? ഈ കുടുംബശ്രീയിലുള്ള ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും അല്ലേ? ഇത്ര പെർസെന്റേജ് കേട്ടിട്ടുണ്ടോ? അപ്പൊ അവർക്ക് അങ്ങനെയുള്ള ക്രാഫ്റ്റുകളില്, അങ്ങനെയുള്ള കൈത്തൊഴിലുകൾ പരിശീലിപ്പിച്ചു കഴിഞ്ഞ് അവരത് പരിശീലിച്ച് അവര് സ്വന്തമായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് ഫാമിലിയുടെ ഇൻകംത്തില്ല നമ്മുടെ സ്ത്രീകൾക്കും ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? സബ്സിഡി നിരക്കിൽ ലോൺസുകളൊക്കെ കൊടുക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ടോ? സ്ത്രീകൾക്ക് സംരംഭം തുടങ്ങാൻ വേണ്ടി ഉണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ ഇതിന്റെ ഭാഗമാണ് കേട്ടോ. എന്താണ്, നമ്മുടെ വുമൻസിന് പലതരത്തിലുള്ള ക്രാഫ്റ്റ് ട്രെയിനിങ്ങുകൾ, എഡ്യൂക്കേഷൻ ഒക്കെ കൊടുത്തിങ്ങാണിട്ട് എന്താണ് അവരുടെ സ്കില്ലുകൾ സ്വയം തൊഴിൽ അല്ലേ, സ്വയം തൊഴിൽ പര്യാപ്തത, സ്വയം തൊഴിലിന് വേണ്ടിയിട്ട് നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ത്രീകൾക്ക് സബ്സിഡി നിരക്കിലെ ലോൺ അനുവദിച്ചു കൊടുക്കുന്നതൊക്കെ ഇതിൽ പെടുന്നതാണ്. എന്താണ് നമ്മുടെ സ്ത്രീകളുടെ പലതരത്തിലുള്ള ട്രെയിനിങ്ങുകളിലൂടെ വേരിയസ് ക്രാഫ്റ്റുകൾ അവരെ പരിശീലിപ്പിച്ച് അവരുടെ സ്കില്ലുകൾ വർദ്ധിപ്പിക്കുകയും അതുവഴി നമ്മുടെ സ്ത്രീകൾക്ക് അവരുടെ ഫാമിലി ഇൻകത്തിൽ ഒരു കോൺട്രിബ്യൂഷൻ നൽകാനായി സാധിക്കുന്നു. There are certain unions which are quite active in the field of welfare measures such as Textile Labour Association TLA. Question varato. There are certain unions which are quite active in the field of welfare measures such as Textile Labour Association TLA Ahmedabad. എന്താണ്, അപ്പൊ ഇതിനു വേണ്ടിയിട്ട് പലതരത്തിലുള്ള യൂണിയനുകള് ആക്റ്റീവായിട്ട് അല്ലെ, ക്വൈറ്റ് ആക്റ്റീവായി സജീവ പങ്കാളികളായിട്ട് ഈ ഒരു ഫീൽഡ്, വെൽഫെയർ ഫീൽഡിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിനൊരു എക്സാമ്പിൾ ആണ് അഹമ്മദാബാദിലുള്ള ടെക്സ്റ്റൈൽ ലേബർ അസോസിയേഷൻ. ഒക്കെയാണോ? ഒക്കെയാണോ എല്ലാവർക്കും? നെക്സ്റ്റ് പറയുന്നത്
this association is working to organize self-employed women through another setup called the self-employment women through another setup called the self-employed women association. എന്താണ്? സ്വയം തൊഴിൽ ചെയ്യുന്ന അല്ലെ, നമ്മൾ സ്വയം തൊഴിൽ ചെയ്യുന്ന സ്ത്രീകളെ സംഘടിപ്പിക്കുന്നതിനായിട്ട് എന്താണ് നമ്മുടെ സെൽഫ് എംപ്ലോയ്മെന്റ് അസോസിയേഷൻ എന്ന മറ്റൊരു സജ്ജീകരണത്തിലൂടെ ഈ ഒരു അസോസിയേഷൻ നമ്മുടെ ട്രേഡ് യൂണിയൻസ് പ്രവർത്തിക്കുന്നു. ഓക്കെയാണോ? എന്താണ്? സ്വയം തൊഴിൽ ചെയ്യുന്ന സ്ത്രീകളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. നമുക്കറിയാം നമ്മുടെ വീടിന്റെ ചുറ്റുപാടും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ വീട്ടിലിരുന്ന് സ്വയം തൊഴിൽ ചെയ്യുന്ന സ്ത്രീകളെ കണ്ടിട്ടുണ്ടോ? ചിലര് പൊടികളൊക്കെ പാക്ക് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലെ. അരിപ്പൊടി, മുളക് പൊടി, ചിലര് സോപ്പ് പൊടി അല്ലേ. ചിലരെന്താണ് നമ്മുടെ തുണി സഞ്ചിയൊക്കെ തയ്ച്ചൊക്കെ കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള തൊഴിൽ കുടുംബശ്രീയുടെ അല്ലെ ബാങ്കുകള്, അപ്പൊ സ്വയം തൊഴിൽ കുട അല്ലെ. അപ്പൊ എന്താണ്? സ്വയം തൊഴിൽ ചെയ്യുന്ന സ്ത്രീകളെ, അപ്പൊ അങ്ങനെയുള്ള ഒരു കൂട്ടം സ്ത്രീകളെ സംഘടിപ്പിക്കുന്നതിനായി സെൽഫ് എംപ്ലോയ്മെന്റ് അസോസിയേഷൻ എന്ന മറ്റൊരു സജ്ജീകരണത്തിലൂടെ നമ്മുടെ എന്താണ് ഈ ട്രേഡ് യൂണിയൻസ് പ്രവർത്തിക്കുന്നു. ഓക്കെയാണോ? സേവ ട്ടോ, സെൽഫ് എംപ്ലോയിഡ് വുമൺ അസോസിയേഷൻ, സേവ എന്ന പേരിൽ നമ്മുടെ ട്രേഡ് യൂണിയൻസ് പ്രവർത്തിക്കുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് എഡ്യൂക്കേഷൻ അല്ലെ. അവർക്ക് ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കണം അല്ലെ. അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് അവരുടെ എൻവിയോൺമെന്റുമായി ബന്ധപ്പെട്ടൊക്കെ അവർക്കൊരു എഡ്യൂക്കേഷൻ കൊടുക്കണോ? അപ്പൊ എന്താണ് എഡ്യൂക്കേഷൻ? Workers become aware to their environment through education. എന്താണ്? തൊഴിലാളികൾക്ക് എന്താണ് എഡ്യൂക്കേഷനിലൂടെയാണ് അവരുടെ പരിസ്ഥിതിയെ കുറിച്ചുള്ള ഒരു അവെയർ അല്ലെ അവബോധം ലഭിക്കുന്നത്, നൽകുന്നത്. Certain attempts are taken in this regard by the union. അപ്പൊ എന്താണ് ഇതിനായി എന്താണ് നമ്മുടെ ട്രേഡ് യൂണിയൻസ് ശ്രമങ്ങൾ നടത്താറുണ്ട് അല്ലെ, അറ്റംപ്റ്റുകൾ നടത്താറുണ്ട്. Trade union launch various educational programs for employees in order to inform them about the problem and matters of their concern. അല്ലെ എന്താണ് തൊഴിലാളികൾക്ക് അവരുടെ പ്രശ്നങ്ങളും അല്ലെ അവരുടെ ആശങ്കകളും അറിയിക്കുന്നതിനായിട്ട് ട്രേഡ് യൂണിയൻസ് വിവിധ വിദ്യാഭ്യാസ പരിപാടികൾ നടത്തുന്നു അല്ലെ, ലോഞ്ച് ചെയ്യുന്നു, ആരംഭിക്കുന്നു. എന്താണ് തൊഴിലാളികൾക്ക് അവരുടെ ആശങ്കകളും അവരുടെ പ്രോബ്ലംസ് അല്ലെ പ്രശ്നങ്ങളും അറിയിക്കുന്നതിനായിട്ട് ട്രേഡ് യൂണിയൻസ് എന്താണ് വിവിധ തരത്തിലുള്ള വിദ്യാഭ്യാസ പരിപാടികൾ അല്ലെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമുകൾ ആരംഭിക്കുന്നു അല്ലെ, ലോഞ്ച് ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നത് These programs also include such subjects or topics which can be a great help for the workers, such as their rights and responsibility, the participation scheme of workers and grievance redressal mechanism prevalence in their organization. അപ്പൊ ഈ ഒരു പ്രോഗ്രാമുകളിൽ ഉൾപ്പെടുന്നത് പല സബ്ജക്റ്റുകൾ, പല ടോപ്പിക്കുകളുടെ ബേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും അവർക്കുള്ള എഡ്യൂക്കേഷൻ. ചിലപ്പോ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് ചിലപ്പോ എന്താണ് അവരെ ബെനഫിറ്റ്സുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം, ചിലത് അവരുടെ പ്രശ്നങ്ങളെ കുറിച്ചായിരിക്കാം അല്ലെ, ഗ്രീവൻസുകളെ കുറിച്ചായിരിക്കാം. അപ്പൊ പലതരത്തിലുള്ള ടോപ്പിക്സുകളുടെയും സബ്ജക്റ്റുകളിലൂടെയാണ് അവർക്ക് വേണ്ട എഡ്യൂക്കേഷൻ നൽകുന്നത്. പിന്നെന്താണ് അപ്പൊ ഇതെന്താണ് നമ്മുടെ എംപ്ലോയീസിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. അവരെന്താണ് വർക്കേഴ്സിന്റെ അവകാശങ്ങൾ എന്താണ്, അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? ഓരോ സ്കീമിലും അവരുടെ പാർട്ടിസിപ്പേഷൻസ് എന്താണ് അല്ലെ. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് എംപ്ലോയീസ് ബെനിഫിറ്റ്സ് പഠിച്ചപ്പോൾ പറഞ്ഞു, എംപ്ലോയീസിന്റെ ബെനിഫിറ്റ്സുമായിട്ട് മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ അവബോധങ്ങൾ കൊടുക്കുമ്പോൾ അവരുടെ ഫാമിലിനെ അല്ലെ അവരെ വൈഫിനെയും കൂടി ഉൾപ്പെടുത്താറ്. പഠിച്ചോ? ഓർമ്മയുണ്ടോ?
അതെന്താണിത്? അപ്പൊ ആ ഒരു വെൽഫെയറിനെ കുറിച്ച് അവർക്കും കൂടി മനസ്സിലാകാണോ? ആ ഒരു ബെനിഫിറ്റ്സിനെ കുറിച്ച് അവരുടെ വൈഫിനും കൂടി മനസ്സിലാക്കുകയാണ് അല്ലേ? അപ്പൊ അതേപോലെ എന്താണ്, പലതരത്തിലുള്ള സ്കീമുകൾ നമ്മ വർക്കേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ, നൽകുന്നുണ്ട്. ബെനിഫിറ്റ്സുകളുമായി ബന്ധപ്പെട്ടും അവരുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടും അല്ലെ. അപ്പൊ അതിലൊക്കെ അവരുടെ പാർട്ടിസിപ്പേഷൻ എന്താണ് അല്ലെ, അവരുടെ പങ്കാളിത്തം എന്താണെന്ന് ഈ ഒരു എഡ്യൂക്കേഷനിലൂടെ വർക്കേഴ്സിന് മനസ്സിലാകുന്നുണ്ടോ? കൂടാതെ എന്താണ്, നമ്മുടെ പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ട ആ ഒരു മെക്കാനിസം മനസ്സിലാകുന്നുണ്ട് അല്ലെ. ഇങ്ങനെ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ ഇത് ലാസ്റ്റ് ഒരു ചാപ്റ്റർ ഉണ്ട് അല്ലെ, ഗ്രീവൻസ് റിഡ്രസൽ സെൽ അല്ലെ. ഗ്രീവൻസ് റിഡ്രസൽ എന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്താണ്, അപ്പൊ അങ്ങനെയുള്ള എഡ്യൂക്കേഷൻസ് കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ടോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അങ്ങനെയാണ് അവര് ബിഹേവ് ചെയ്യേണ്ടത് അല്ലെ. അതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, അതുകൊണ്ട് തങ്ങൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സുകളാണെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ടോ ഈ എഡ്യൂക്കേഷൻ കൊണ്ട്? അപ്പൊ ഇത്തരത്തിലുള്ള പല സബ്ജക്റ്റുകളിൽ പല ടോപ്പിക്സുകളിലൂടെ പല ഏരിയാസ് അവർക്ക് ഇങ്ങനെയുള്ള എഡ്യൂക്കേഷൻസ് കൊടുക്കുമ്പോൾ അവർക്ക് അതിനെ കുറിച്ച് അല്ലെ, അവരുടെ റൈറ്റ്സ് എന്താണ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, ഓരോ സ്കീമിലും അവരുടെ പാർട്ടിസിപ്പേഷൻസ് എന്താണ്, പരാതികൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്താണ് എന്നൊക്കെ അവർക്ക് മനസ്സിലാകാനായി സാധിക്കുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത്, when it talks about the education of member workers, it covers all areas of their lives അല്ലെ. അപ്പൊ എന്താണ്, ഈ അംഗത്തൊഴിലാളികളുടെ വിദ്യാഭ്യാസം, ഇപ്പൊ ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ മെമ്പേഴ്സിന്റെ ആ ഒരു എഡ്യൂക്കേഷനെ കുറിച്ച് പറയുമ്പോൾ എന്താണ്, അതില് അവരുടെ എല്ലാ ഏരിയാസും ഉൾപ്പെടുന്നുണ്ട് അല്ലെ. അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ ഏരിയാസും ഉൾപ്പെടുത്തുന്നില്ലേ. ലീഗലി ആയിക്കോട്ടെ അല്ലെ, ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഗ്രീവൻസുമായിട്ടുള്ളത് അല്ലെ, അവരുടെ വർക്ക് കണ്ടീഷനുമായി ബന്ധപ്പെട്ട്, അവരുടെ സേഫ്റ്റിയായി ബന്ധപ്പെട്ടത്, അവരുടെ എക്കണോമിക് ആയിട്ടുള്ള ബന്ധപ്പെട്ടത് എല്ലാ ടോപ്പിക്കുകളും നമ്മൾ കവർ ചെയ്യുന്നില്ലേ. It covers all areas of their lives അല്ലെ. എന്താണ്, അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും നമ്മ ആ ഒരു എഡ്യൂക്കേഷനിൽ കൂടി അവരടുത്ത് പറയുന്നുണ്ട്. It works for improving their social lives, make them aware about their environment, increase their knowledge especially regarding issues that are of most important to them, their basic rights and duties etc അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻസ് അവർക്ക് കൊടുക്കുമ്പോൾ അവരെന്താണ്, വർക്ക്സ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് അല്ലെ. അവരുടെ ആ ഒരു സാമൂഹ്യ ജീവിതം അല്ലെ, അവരുടെ സോഷ്യൽ ലൈഫ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അവർക്ക് എന്താണ്, അവരുടെ എൻവയോൺമെന്റിനെ കുറിച്ച് അവർക്ക് അവയർ കിട്ടുന്നുണ്ടോ, ഒരു അവബോധം കിട്ടുന്നുണ്ട് അല്ലെ. പരിസ്ഥിതിയെ കുറിച്ച് അവർക്കൊരു അവബോധം കിട്ടുന്ന, ബോധവാന്മാരാകുന്നുണ്ട്. പ്രത്യേകിച്ച് എന്താണ്, increase their knowledge especially regarding issues that are at most important to them അല്ലെ. അവരുമായി ബന്ധപ്പെട്ട പ്രത്യേക ഏരിയകളില് അവരുടെ പ്രശ്നങ്ങൾ അവർക്ക് മനസ്സിലാകുന്നുണ്ടോ, ഒരു വർക്ക് പ്ലേസിൽ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഏരിയാസിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ടോ? Regarding issues the area at most important to them അല്ലെ. സാലറി പ്രത്യേക അവരുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട കാര്യമാണല്ലേ സാലറി, ബെനിഫിറ്റ്സ് ആണോ? ബെനിഫിറ്റ്സ് ഒക്കെ അല്ലെ. അപ്പൊ അതിനെ കുറിച്ചൊക്കെ അവർക്ക് എന്താണ്, അവരുടെ പ്രശ്നങ്ങൾ അവർക്ക് മനസ്സിലാക്കാം അല്ലെ. പിന്നെ എന്താണ്, അവരുടെ ബേസിക് ആയിട്ടുള്ള അവകാശങ്ങൾ എന്താണ്, അവരുടെ ഡ്യൂട്ടീസ് എന്താണ് എന്നൊക്കെ അവർക്ക് മനസ്സിലാകാനായി സാധിക്കുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത്, the government is also being helped by some central organization in executing various schemes related to the education of workers of the company അല്ലെ. എന്താണ്, നമ്മുടെ കമ്പനിയിലെ വർക്കേഴ്സിന് ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റിനെ ചില കേന്ദ്ര സംഘടനകൾ സഹായിക്കുന്നുണ്ട്. ഓക്കെയാണോ?
നമ്മുടെ വർക്കേഴ്സിന് ഇത്തരത്തിൽ അവരുടെ ബെനിഫിറ്റ്സുമായി ബന്ധപ്പെട്ട്, അവരുടെ റൈറ്റ്സുമായി ബന്ധപ്പെട്ട്, അവരുടെ റെസ്പോൺസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട്, അവരുടെ ഇഷ്യൂസുമായി ബന്ധപ്പെട്ടൊക്കെ അവർക്ക് വേണ്ട എഡ്യൂക്കേഷൻസ് ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റിനെ നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര സംഘടനകൾ സഹായിക്കുന്നുണ്ട്. ഓക്കെയാണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. പബ്ലിക്കേഷൻസ് ഓഫ് പീരിയോഡിക്കൽസ്, ന്യൂസ് ലെറ്റേഴ്സ് ഓർ മാഗസീൻസ് അല്ലെ. എന്താണ്? ആനുകാലിക പ്രസിദ്ധീകരണങ്ങള്, വാർത്താക്കുറിപ്പുകള്, മാഗസീനുകളൊക്കെ. നെക്സ്റ്റ് അതർ ഫങ്ഷൻസ് ആണ് കേട്ടോ. ഇൻ ഓർഡർ ടു കമ്മ്യൂണിക്കേറ്റ് ദ പോളിസീസ് ആൻഡ് വ്യൂ പോയിന്റ്സ് ഇൻ various important issues to the members, large unions get a newsletters, magazine or periodical publishers അല്ലെ. എന്താണ്? വിവിധ പ്രധാന നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള, നമ്മുടെ വർക്ക് പ്ലേസിലുള്ള പ്രധാന പ്രശ്നങ്ങളെ കുറിച്ച് അല്ലെ, പ്രധാന വിഷയങ്ങളെ കുറിച്ചുള്ള നയങ്ങളും കാഴ്ചപ്പാടുകളും നമ്മുടെ അംഗങ്ങളിലേക്ക്, എംപ്ലോയീസിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അല്ലെ, അവർക്ക് അതിനെ കുറിച്ചൊരു അവബോധം, ഒരു എഡ്യൂക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് വിവിധ യൂണിയനുകൾ എന്താണ് ഇങ്ങനെയുള്ള ആനുകാലിക പ്രസിദ്ധീകരണങ്ങള്, വാർത്താക്കുറിപ്പുകള്, മാഗസീനുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ, ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതിലൂടെ അവരെന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ നമ്മുടെ മെമ്പേഴ്സിനുള്ള പ്രധാന പ്രശ്നങ്ങളെ കുറിച്ച് തൊഴിലാളികളുമായിട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും എന്താണ് പോളിസികളോ വ്യൂ പോയിന്റ്സുകളൊക്കെ എന്താണ് ഈ പ്രസിദ്ധീകരണങ്ങളിലൂടെ അവരുമായിട്ട് പങ്കുവെക്കുന്നു അല്ലെ. ഇപ്പൊ നമ്മൾ ആരോഗ്യ മാസികകളൊക്കെ വായിക്കാറുണ്ട്, കാണാറില്ലേ ആരോഗ്യ മാസികകളൊക്കെ? അപ്പൊ അതിലെന്താണ് നമ്മളുമായിട്ട് അവരെന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അല്ലെ. അപ്പൊ ഇൻഡസ്ട്രിയിൽ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ, പബ്ലിക്കേഷൻസ് ഒക്കെ എന്താണ് നമ്മുടെ ഇൻഡസ്ട്രിയിലെ വർക്ക് പ്ലേസിലുള്ള വിവിധ വിഷയങ്ങളെ കുറിച്ചുള്ള നയങ്ങളും കാഴ്ചപ്പാടുകളും എംപ്ലോയീസിന് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, നമ്മുടെ വർക്കേഴ്സിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മുടെ ട്രേഡ് യൂണിയൻസ് ഇത്തരത്തിലുള്ള ആനുകാലിക മാസികകളിലൂടെയും പ്രസിദ്ധീകരണം അല്ലെ, വാർത്താക്കുറിപ്പുകളിലൂടെയും മാഗസീനുകളിലൂടെയും കമ്മ്യൂണിക്കേറ്റ് നടത്തുന്നു അല്ലെ, നമ്മുടെ എംപ്ലോയീസുമായിട്ട് ആശയവിനിമയം നടത്തുന്നു. These tools also help them in communicating the personal events such as births, deaths, marriages, promotions and other achievement of members workers അല്ലെ. എന്താണ്? ജനനം, ബർത്തുകള്, ഡെത്തുകള് അല്ലെ, മരണങ്ങള്, മാരേജസ്, പിന്നെന്താണ് പ്രൊമോഷൻസ്, മറ്റ് നമ്മുടെ വർക്കേഴ്സിലുള്ള ആ ഒരു മെമ്പേഴ്സിന്റെ വർക്കേഴ്സിലുള്ള അവർക്ക് കിട്ടുന്ന അച്ചീവ്മെന്റുകൾ അല്ലെ, നേട്ടങ്ങളൊക്കെ എന്താണ് ഇത്തരം ടൂളുകളിലൂടെ, പബ്ലിക്കേഷൻസിലൂടെ, ന്യൂസ് ലെറ്റേഴ്സിലൂടെ, മാസികകളിലൂടെ, മാഗസീനുകളിലൂടെ ഒക്കെ എന്താണ് എംപ്ലോയീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ നിങ്ങളാണെങ്കിലും ഒരു വനിത എടുത്തു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മാസിക എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ കാണുന്നുണ്ട്? ചിലപ്പോ ജീവചരിത്ര കുറിപ്പുകൾ പോലെ അല്ലെ, ഒരാളുടെ ജീവിതത്തെ കുറിച്ച് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ചിലരെ കല്യാണത്തിന്റെ വിശേഷങ്ങൾ ഇട്ടിട്ടുണ്ടാവും അല്ലെ, മാരേജിന്റെ ഫംഗ്ഷൻ അല്ലെ, സിനിമാ താരങ്ങളുടെ ഒക്കെ മാരേജിന്റെ അല്ലെ. അതേപോലെ എന്താണ് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ആളുകളുടെ ഇത്തരത്തിലുള്ള എന്താണ് ബർത്ത്, ഡെത്ത്സ്, അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാരേജസ്, അവർക്ക് കിട്ടിയ എന്തെങ്കിലും അച്ചീവ്മെന്റുകളെ കുറിച്ച് നേട്ടങ്ങളെ കുറിച്ചൊക്കെ ഇത്തരം ആനുകാലിക മാസികകളിലൂടെയും മാഗസീനുകളിലൂടെയും ന്യൂസ് ലെറ്റേഴ്സിലൂടെയും കമ്മ്യൂണിക്കേഷൻസ് നടത്തുന്നു. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബിസിനസ് പേജ് എന്ന് പറഞ്ഞൊക്കെ കണ്ടിട്ടുണ്ടോ പേപ്പറില്? അതിലുണ്ടാവാറുണ്ട് അല്ലെ ഒരുപാട് നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ, വർക്ക് പ്ലേസുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നത് അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? നോക്കാറില്ല. ഓക്കെ. നെക്സ്റ്റ് റിസർച്ച് അല്ലെ, എന്താണ് ഗവേഷണം. അത് നമ്മുടെ ട്രേഡ് യൂണിയൻസിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. അപ്ഡേറ്റ് ഇൻഫർമേഷൻ നീഡ്സ് ടു ബി, എന്താണ് നമ്മൾ എന്തിനെ കുറിച്ചായിരിക്കും
റിസർച്ച് എടുത്ത ഇൻഡസ്ട്രിയില് ട്രേഡ് യൂണിയൻസ് എന്തിനെ കുറിച്ചായിരിക്കും ഗവേഷണം നടത്തുന്നത്? പറയാമോ? സാലറി നോക്കാറുണ്ടോ? മറ്റ് സെയിം നേച്ചറുള്ള മറ്റ് വേജസ് നോക്കാറുണ്ട് അല്ലെ? മറ്റ് കമ്പനിയിൽ ആ ഒരു സെയിം ബെനിഫിറ്റ്സ് നോക്കാറുണ്ട് അല്ലെ? സേഫ്റ്റി ഒക്കെ നോക്കാറുണ്ട്, അവിടുത്തെ വർക്ക് എൻവയോൺമെന്റ് ഒക്കെ നോക്കാറുണ്ട്, ഗ്രോത്ത് നോക്കാറുണ്ട്, എൻവയോൺമെന്റ് നോക്കാറുണ്ട് അല്ലെ? അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ എന്താണ് നമ്മുടെ ട്രേഡ് യൂണിയൻസ് ഗവേഷണം നടത്തുന്നു അല്ലെ? അപ്പൊ നോക്കിയേ, updated information needs to be collected in a systematic manner in a trade unions. എന്താണ് നമ്മ ട്രേഡ് യൂണിയനിൽ അപ്ഡേറ്റ് ചെയ്ത വിവരങ്ങള് വ്യവസ്ഥാപിതമായി ശേഖരിക്കേണ്ടതുണ്ട് അല്ലെ? നമുക്ക് പുതിയ പുതിയ മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് ട്രേഡ് യൂണിയൻസിൽ അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അവർ എന്ത് ചെയ്യണം? വ്യവസ്ഥാപിതമായി സിസ്റ്റമാറ്റിക് മാനറിൽ ശേഖരിക്കേണ്ടതുണ്ട്. The collected information should then be minutely analyzed for the negotiation process അല്ലെ? അപ്പൊ ഇങ്ങനെ കളക്ട് ചെയ്ത, അവർക്ക് അപ്ഡേറ്റ് ചെയ്ത ആ വിവരങ്ങള് കളക്ട് ചെയ്തത് അവർ എന്ത് ചെയ്യുന്നുണ്ട്? കളക്ട് ചെയ്ത ഇൻഫർമേഷൻ എന്തുണ്ട്? മൈന്യൂട്ട്ലി അനലൈസ്ഡ് അല്ലെ? സൂക്ഷ്മമായി അവരെന്ത് ചെയ്യുന്നുണ്ട്? വിശകലനം നടത്തുന്നുണ്ട് അല്ലെ? ഇവര് ശേഖരിച്ച വിവരങ്ങള് ഇൻഫർമേഷൻസ് ചർച്ചാ പ്രക്രിയകളിലൂടെ അല്ലെ? നെഗോഷിയേഷൻ പ്രോസസ്, ചർച്ചാ പ്രക്രിയകളിലൂടെ ഇവരെന്താണ്? സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്നു. Union leaders must know about the productivity of its members and the wages practices that are prevalent in their industry as well as other industries of similar nature. കൂടാതെ നമ്മുടെ യൂണിയൻ ലീഡേഴ്സ് എന്തറിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്? നമ്മുടെ മെമ്പേഴ്സിന്റെ പ്രൊഡക്ടിവിറ്റി എന്താണ് അല്ലെ? ഉത്പാദനക്ഷമത എന്താണെന്ന് അറിഞ്ഞിരിക്കണം അല്ലെ? അവരുടെ വർക്ക് എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് നമുക്കൊരു ലീഡറിന് ഒരു അറിവുണ്ടായിരിക്കണം. കൂടാതെ എന്തായിരിക്കണം? ആ ഒരു സമാന സ്വഭാവമുള്ള അല്ലെ? സെയിം നേച്ചറുള്ള മറ്റ് ഇൻഡസ്ട്രിയിലും ഈ ഒരു ഇൻഡസ്ട്രിയിലും വേജസ് അവർക്ക് അറിഞ്ഞിരിക്കണം അല്ലെ? വേണ്ടേ? അവരുടെ വ്യവസായത്തിലും അവരുള്ള ആ ഒരു ട്രേഡ് യൂണിയൻസുള്ള ആ ഒരു വ്യവസായത്തിലും സമാന സ്വഭാവമുള്ള സെയിം ആ ഒരു നേച്ചറുള്ള മറ്റു വ്യവസായങ്ങളിലും നിലവിലുള്ള വേതന രീതിയെ കുറിച്ചും നമ്മുടെ യൂണിയൻ ലീഡേഴ്സിന് അറിഞ്ഞിരിക്കണം അല്ലെ? എന്താ മാത്രാണ് നമ്മുടെ ആ ഒരു സ്ഥാപനത്തില് സാലറി കുറവാണെങ്കിൽ എന്താണ്? അത് ഇംപ്ലിമെന്റ് ചെയ്യണോ? മറ്റു ഇൻഡസ്ട്രിയില് മറ്റ് ആ നേച്ചറുള്ള വേറെ ഒരു സ്ഥാപനത്തിലെ സാലറി കൂടുതലാണെങ്കിൽ വർദ്ധിപ്പിക്കണ്ടേ? സെയിം ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക്. അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യണം? അവരുടെ വ്യവസായത്തിലും സമാന സ്വഭാവമുള്ള മറ്റു വ്യവസായത്തിലും നിലവിലുള്ള വേതന രീതികളെ കുറിച്ചും നമ്മുടെ യൂണിയൻ ലീഡേഴ്സ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. They need this knowledge in order to put forward the demand of wage increase for workers. അല്ലെ? അപ്പൊ ഇതെന്തിനു വേണ്ടിയിട്ടാണ്? They need this knowledge. ഈ ഒരു നോളജ് എന്തിനു വേണ്ടിയിട്ടാണ് അവർക്ക് ആവശ്യമായി വരുന്നത്? ആ ഒരു വർക്കേഴ്സിന്റെ സാലറി ഇൻക്രിമെന്റ് ചെയ്യണം അല്ലെ? ആ വേജസ് ഇൻക്രീസ് ചെയ്യണം എന്നുള്ള ഒരു ഡിമാൻഡ് വെക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ? നമ്മുടെ മാനേജ്മെന്റിന്റെ അടുത്ത് ഡിമാൻഡ് വെക്കണ്ടേ? ഒരു ഡിമാൻഡ് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം അറിവുകൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. Most of the union conduct their own homework in this aspects by considering the practical aspects, especially the day-to-day workplace issues. എന്താണ് നമ്മുടെ ആ ഒരു വർക്ക് പ്ലേസിലെ ദൈനംദിന പ്രശ്നങ്ങളെ കുറിച്ച് എന്താണ് നമ്മുടെ ട്രേഡ് യൂണിയൻസ് എന്ത് ചെയ്യാറുണ്ട്? ഹോംവർക്കുകൾ ചെയ്യാറുണ്ടെന്ന് അല്ലെ? അവരുടെ ഭാഗത്ത് നിന്നൊരു ഹോംവർക്ക് ചെയ്യാറില്ലേ? എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ അല്ലെ? അത് സോൾവ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അല്ലെ? അല്ലെങ്കിൽ അത് ഇനി വരാതിരിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? നമ്മുടെ വർക്ക് പ്ലേസിലെ ആ ഒരു കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് അവർ ഹോംവർക്ക് ചെയ്യാറില്ലേ?
അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ട്രേഡ് യൂണിയൻസ് റിസർച്ചുകൾ നടത്തുന്നു. ഓക്കെയാണോ? നമ്മുടെ ജോലി സ്ഥലത്തെ ദൈനംദിന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടി അല്ലെ, മുതലായ ആ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്താണ് ട്രേഡ് യൂണിയൻസ് ഹോംവർക്കുകൾ നടത്തുന്നുണ്ട്. ഓക്കെയാണോ ഇന്നത്തെ ഭാഗം മിസ് എടുത്തത്? ഓക്കെ, അപ്പൊ ബാക്കി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇനി ടൈപ്സ് ഓഫ് ട്രേഡ് യൂണിയൻസ് ആണ് മിസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പലതരത്തിലുള്ള ട്രേഡ് യൂണിയൻ പർപ്പസിന്റെ ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തിരിക്കുന്നുണ്ട്, മെമ്പർഷിപ്പ് സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിൽ തിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ അത് മിസ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഓക്കെ അല്ലേ? അപ്പൊ ബാക്കി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ.